ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വെക്കേഷനൊക്കെ ആയില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പുറത്തെ പരിസരമൊക്കെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ഇതേപോലെ വൃത്തിയാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതെന്ന് പറയുന്ന കരിയാപ്പലയുടെ മൂട്ടിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കുക കേട്ടോ. മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, മണ്ണും വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡുമ്മായുണ്ട് കേട്ടോ. വെക്കേഷനൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇത് നമ്മൾ കരിയാപ്പിലയുടെ ഭാഗത്ത് ഇതുപോലെ മണ്ണൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ നട്ട ചെടികളാണ്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കിളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെടികളുടെ മൂട്ടിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് കിളിച്ചൊക്കെ വരും. ഇത് നമ്മൾ മൂത്രത്തിൽ കല്ലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെള്ളത്തിലിട്ട് കുടിക്കാൻ പറ്റും. ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ നട്ട കറിവേപ്പിലയും കറ്റാർവാഴയൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് ഇത് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല ചൂടാണ് നമുക്ക് ഇവിടെ പുറത്തൊക്കെ. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ മണ്ണൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വളമൊക്കെ ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ ആഴ്ചയിലോ 1 മാസം കൂടുമ്പോഴൊക്കെ ഈ വളം ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പച്ചക്കറികളൊക്കെ തഴച്ച് കിളിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. ഇത് നമുക്ക് കിട്ടിയ കുറച്ച് കുരുമുളകാണ്. അത് ഇതേപോലെയൊക്കെ നമ്മൾ നട്ടു പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ എല്ലാം നമ്മൾ ഇതേപോലെ നട്ടു പിടിപ്പിക്കുന്നുണ്ട്. ഗൈസ്, ഇത് നമ്മുടെ വഴുതനയാണ്. ഇത് നമ്മൾ പിടിച്ച് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ കിളിച്ച് വരുന്നത്. ഇത് തഴച്ച് കിളിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതെന്ന് പറയുന്ന മണ്ണാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. ഇതൊക്കെ സവാളയുടെ തോലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് 1 മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഗൈസ്, ഈ വളം ചേർത്തിട്ട് നമുക്ക് 100% റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.